നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓടുന്ന ബസ്സിൽ യാത്രക്കാരിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. ഇറങ്ങി ഓടാൻ ശ്രമിച്ചയാളെ കണ്ടക്ടർ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി വടക്കേക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. അറസ്റ്റിലായത് മാള പള്ളിപ്പുറം തേമാലിപ്പറമ്പിൽ 41 വയസ്സുള്ള അനീഷ്. നവീകരിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെല്ലുവായ് ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ആധുനിക വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ പല രോഗികളെയും ചികിത്സിച്ച് പൂർണ്ണമായും സുഖപ്പെടുത്തുവാൻ ആയുർവേദത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിന് തുടക്കമായി. വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷം മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിൽ. CCTV പ്രാദേശികം TC ഉത്സവ ചാനലിലൂടെ തിരുനാൾ കാഴ്ചകൾ തത്സമയം. ചൂണ്ടൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തികൾ അട്ടിമറിക്കാനുള്ള UDF ഗൂഢാലോചന തിരിച്ചറിയണമെന്ന CPIM നേതാക്കൾ. പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ വികസന പ്രവർത്തികൾക്ക് തുരങ്കം വയ്ക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയുമാണെന്ന് പഞ്ചായത്ത് ഭരണാധികാരികളും CPM നേതാക്കളും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാളിദാരിക സംവാദം കൊണ്ട് ശ്രദ്ധേയമാകുന്ന കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് മുന്നോടിയായി ആറാട്ട് നടന്നു. പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരം മെയ് 7, 8 തീയതികളിൽ. വാർത്തകൾ വിശദമായി. ഓടുന്ന ബസ്സിൽ യാത്രക്കാരിയായ യുവതിയുടെ നേരെ ലൈംഗികാതിക്രമം നടത്തി ഇറങ്ങി ഓടാൻ ശ്രമിച്ചയാളെ കണ്ടക്ടറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി വടക്കേക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. മാള പള്ളിപ്പുറം തേമാലിപ്പറമ്പിൽ 41 വയസ്സുള്ള അനീഷിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് കുന്നംകുളം വെളിയങ്കോട് റൂട്ടിലെ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന വെളിയങ്കോട് സ്വദേശിയായ യുവതിയെ ഇയാൾ പിറകിലെ സീറ്റിലിരുന്ന് കയറിപ്പിടിക്കുകയായിരുന്നു. യുവതി പ്രതികരിച്ചപ്പോൾ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും ബസ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇയാൾക്കെതിരെ മാള സ്റ്റേഷനിൽ സ്ത്രീപീഡന കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളം പള്ളുരുത്തി സ്വദേശിയായ ഇയാൾ മാളയിലാണ് താമസം. SI മാരായ CN ഗോപിനാഥൻ, PS സുധീർ, PS സാബു, CPOമാരായ KC ബിനീഷ്, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നവീകരിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെല്ലുവായ് ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ദേവസ്വം തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ചികിത്സാരംഗത്ത് ഒരു കാലത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് ആയുർവേദമെന്നും ആധുനിക വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ പല രോഗികളെയും ചികിത്സിച്ച് പൂർണ്ണമായും സുഖപ്പെടുത്തുവാൻ ആയുർവേദത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആയുർവേദം ചികിത്സാരംഗത്ത് ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ്. പലപ്പോഴും മോഡേൺ മെഡിസിൻ ഉപേക്ഷിക്കപ്പെടുന്ന പല കേസുകൾ പോലും ആയുർവേദം ചികിത്സിച്ച് ഭേദാക്കിയ അനുഭവങ്ങൾ ആസ്വദിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. പല ഘട്ടങ്ങളിലും നമുക്ക് പ്രകൃതിദത്തമായ സസ്യങ്ങളുടെയെല്ലാം സഹായത്തോടെ സ്വരുക്കൂട്ടുന്ന ആയുർവേദ ഔഷധങ്ങൾ മോഡേൺ മെഡിസിനേക്കാൾ എത്രയോ ഫലപ്രാപ്തികാണെന്ന അവസ്ഥ പല ഘട്ടങ്ങളിലും കാണാനിടവന്നിട്ടുണ്ട്. ആശുപത്രി കെട്ടിടം പുനർനിർമ്മിച്ചു നൽകിയ വിജയരാമസ്വാമിയെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. പഞ്ചകർമ്മ ബ്ലോക്കിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പുതിയതായി നിർമ്മിക്കുന്ന ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷനായി. ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, മെമ്പർ KP അജയൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, വാർഡ് മെമ്പർ MC ഐജു, റിസർച്ച് സെന്റർ ചെയർമാൻ PC അബാൽമണി, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു, ഡോക്ടർ രാജഗോപാലൻ, ഡോക്ടർ വാസുദേവൻ മൂസർ, ഡോക്ടർ D രാമനാഥൻ, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാളിദാരിക സംവാദം കൊണ്ട് ശ്രദ്ധേയമാകുന്ന കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് മുന്നോടിയായി ആറാട്ട് നടന്നു. മെയ് 7, 8 തീയതികളിലായിട്ടാണ് പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരം. ദേശത്തട്ടാൻ താലിയും ദേശപണിക്കർ നൂലും സമർപ്പിച്ചതോടെ ഭഗവതി ക്ഷേത്രക്കുളത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളി. ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളുന്ന ഭഗവതിയെ ക്ഷേത്രത്തിന് ചുറ്റും പറവെച്ച് ഭക്തർ സ്വീകരിച്ചു. ഇതോടെ പറയെടുപ്പ് ആരംഭിച്ചു. മെയ് 5 ദാരികന്റെ പടപ്പുറപ്പാടിന്റെ സ്മരണയിൽ ചെറിയ കുതിരവേലയും മെയ് 6 ഭഗവതിയുടെ പടപ്പുറപ്പാടിന്റെ ഭാഗമായി വലിയ കുതിരവേലയും ആഘോഷിക്കും. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിന് തുടക്കമായി.
മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലായിട്ടാണ് വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ആഘോഷം CCTV പ്രാദേശികം 49 നമ്പർ ചാനലിലും TCV ഉത്സവ് 47 നമ്പർ ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തൃശൂർ അതിരൂപതയിലെ 10 നവവൈദികരുടെ കാർമ്മികത്വത്തിൽ പ്രസ്തേന്തി വാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. തുടർന്ന് തീർത്ഥകേന്ദ്രം ദീപാലങ്കാരത്തിന്റെയും നിലപ്പന്തലുകളുടെയും സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് TS സിനോജ് നിർവഹിച്ചു. രാത്രി 7:30 ഫ്യൂഷൻ നൈറ്റ് അരങ്ങേറി. ശനിയാഴ്ച രാവിലെ 5:45 ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരിപ്രദക്ഷിണവും തുടർന്ന് 6 മണിക്ക് ദിവ്യബലിയും നടന്നു. രാമനാഥപുരം രൂപതയിലെ നവവൈദികരായ ഫാദർ മെൽവിൻ ചൊവ്വല്ലൂർ, ഫാദർ സച്ചിൻ കല്ലിങ്ങൽ, ഫാദർ എഡ്വിൻ കൊമ്പൻ എന്നിവർ ദിവ്യബലിക്ക് കാർമ്മികരായി. തുടർന്ന് കുടുംബ കൂട്ടായ്മയിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 5 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായി കിരീട സമർപ്പണം, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ നേർച്ച ഊട്ടിന്റെ ആശീർവാദവും നടന്നു. രാത്രി 10 മണിക്ക് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പിന്റെ സമാപനവും തേരു മത്സരവും നടക്കും. തിരുനാൾ ദിനമായ മെയ് 4 ഞായറാഴ്ച രാവിലെ 5:30 7 8:30 വൈകിട്ട് 4 തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടാകും. രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ലിജോ ചിറ്റിലപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 6 മണിക്ക് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാന. 6:45 ഇടവക പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 9 മണിക്ക് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7:30 റാസ കുർബാനയും ഒപ്പീസ് എന്നീ തിരുകർമ്മങ്ങൾ ഉണ്ടാകും. മറ്റും ഇടവകാംഗമായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ സംഗമവും നടക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PS സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, CK ജോയ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവുമാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് വരുന്ന പ്രദേശവാസികളാണ് വാഹനം തടഞ്ഞത്. പ്ലാന്റിൽ ട്രയൽ റൺ നടക്കുന്നതിനാൽ മാലിന്യവുമായി വാഹനങ്ങൾ എത്തുമെന്ന വിവരം നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്ലാന്റിലേക്കുള്ള വഴി ഉപരോധിച്ചു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇരുമുപ്പട്ടി, വടക്കാഞ്ചേരി, ചെറുതുരുത്തി സ്റ്റേഷനുകളിൽ നിന്ന് വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ റിജിൻ M തോമസിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ നേതാക്കളുമായി ചർച്ച നടത്തി. നാട്ടുകാരുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് മാലിന്യ വാഹനങ്ങൾ മടക്കിവിട്ടു. നാട്ടുകാർക്ക് ദുരിതമായി മാറിയ മാലിന്യ പ്ലാന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. നേരിട്ട് പരിഹരിക്കുകയും ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ജില്ലാ മജിസ്ട്രേറ്റിനെ നിയോഗിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് ഇതിന് ട്രയൽ റൺ നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇനി ഇതുകൊണ്ട് ഇവിടെ തീർന്നു വിചാരിക്കണ്ട. പോലീസ് അധികാരികളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും പോലീസ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഇവിടെ ഒരു ട്രയൽ റൺ നടത്താൻ വേണ്ടി വന്നതാണ്. അവർ താൽക്കാലികം പിൻവാങ്ങിയെന്നേ പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന് പടവ് പുനർനിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന ചിലവുകൾ സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ AC മൊയ്തീൻ MLA ആവശ്യപ്പെട്ടു. പൊന്നാനി കോൾ മേഖലയുടെ കുന്നംകുളം മണ്ഡലത്തിൽ വരുന്ന വിവിധ പ്രവർത്തികളുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന് പടവ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ സർവീസ് റിപ്പയറിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും MLA ആവശ്യപ്പെട്ടു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി പൊന്നാനി കോൾ മേഖലയുടെ സമഗ്ര വികസനത്തിനുതകുന്ന ബൃഹത് പദ്ധതികളാണ് 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്നതിന് ഒന്നാം പിണറായി സർക്കാർ തുടക്കം കുറിച്ചത്. ഇതിൽ 1ഉം 2ഉം ഘട്ടങ്ങളിലെ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്.
RKI ഫേസ് 1-ൽ 8.87 കോടി രൂപയുടെ പ്രവൃത്തികളാണ് കുന്നംകുളം മണ്ഡലത്തിൽ മാത്രം നടപ്പിലാക്കിയത്. ഫേസ് 2-ൽ 4.62 കോടി രൂപയുടെ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. 19 എഞ്ചിൻ ഷെഡുകൾ, 3 എഞ്ചിൻ തറ, 56,020 മീറ്റർ തോട് ആഴം കൂട്ടൽ, 26 കിട, 35 റാമ്പുകൾ, 3 പറക്കുഴി തുടങ്ങിയവ RKI പദ്ധതിയുടെ ഭാഗമായി പുതിയതായി നിർമ്മിച്ചതാണ്. വാവേക്കർ കോൾപടവിന്റെ പുനർനിർമ്മാണത്തിന് 1.3 കോടി രൂപയുടെ പ്രപ്പോസൽ ഭരണാനുമതിക്കായി സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. 5 കോടി രൂപയുടെ 30 പുതിയ സബ്മേഴ്സിബിൾ പമ്പുകളാണ് RKIയുടെ ഭാഗമായി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ 19 എണ്ണവും പൂർത്തീകരിച്ചു. KSEBയുടെ വിവിധ ഹൈടെൻഷൻ ലൈനുകൾ വലിക്കലും പുതിയ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കലുമായി 1 കോടി രൂപയുടെ പ്രവൃത്തികളും പൂർത്തിയായി. കുന്നംകുളം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ, ES രേഷ്മ, ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ R ഷേർലി, കോൾ ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ സോഫിയ എ ജോൺ, ADA മിനി മേനോൻ, KLDC പ്രൊജക്ട് ഡയറക്ടർ അനു NK, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബീന ഫ്രാൻസിസ്, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജ AR, കൃഷി ഓഫീസർമാർ, വിവിധ പാടശേഖര സംഘങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എടപ്പാളിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 106.54 ഗ്രാം MDMA പിടികൂടി. മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യലിസ്റ്റ് സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ N നൌഫലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് തൃത്താല പട്ടിത്തറ പുലേരി സ്വദേശി കുമ്പത്ത് വളപ്പിൽ ഷാഫി അറസ്റ്റ് ചെയ്തു. ഇയാൾ മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തികളിൽ ചെറുകിട വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ലോഡ്ജിലെ മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K ആസിഫ് ഇക്ബാൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K വിനീത്, M മുഹമ്മദ് മുസ്തഫ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KP ധന്യ, എക്സൈസ് ഡ്രൈവർ M മുഹമ്മദ് നിസാർ എന്നിവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള UDF ഗൂഢാലോചന തിരിച്ചറിയണമെന്ന് CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ വികസന പ്രവർത്തികൾക്ക് തുരങ്കം വയ്ക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയുമാണെന്ന് പഞ്ചായത്ത് ഭരണാധികാരികളും CPM നേതാക്കളും കുറ്റപ്പെടുത്തി. പഞ്ചായത്തിലെ തെരുവ് വിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രസിഡന്റിനെതിരെ UDF നടത്തിയ വ്യക്തിഹത്യക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. സെക്രട്ടറിയുടെ വ്യാജ ഒപ്പിട്ട് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചു എന്നാണ് പ്രതിപക്ഷം പ്രസിഡന്റിനെതിരെ പ്രചരിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ സെക്രട്ടറി തന്നെ ഈ വാദം തെറ്റാണെന്നും സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും തുറന്ന് സമ്മതിച്ചതോടെ പ്രതിപക്ഷത്തിന്റെ വാദം പൊളിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വ്യാജ പ്രചരണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെയാണ് UDF വാർത്താസമ്മേളനം നടത്തി വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. തെളിവ് ചോദിച്ചവരോട് 2 ദിവസത്തിനുള്ളിൽ തരുമെന്നും ഇല്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും വീമ്പ് പറഞ്ഞവർ ദിവസങ്ങൾ പിന്നിട്ടിട്ടും തെളിവ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ ലാഭത്തിനായി കള്ളം പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ സ്വയം അപഹാസ്യരായി മാറിയിരിക്കുകയാണ് UDF നേതാക്കൾ. തെരുവുവിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി ഉത്തരവുകൾ ഒരേ ദിവസം വന്നുവെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ 2 ദിവസങ്ങളിലായാണ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചതെന്ന് വ്യക്തമായതോടെ UDF നേതൃത്വം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. സെക്രട്ടറി രാഷ്ട്രീയം കളിക്കുകയാണെന്നും ബിൽഡിംഗ് പെർമിറ്റ്, ബിൽഡിംഗ് നമ്പർ, ലൈസൻസ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് എത്തുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് സെക്രട്ടറി സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ ഒരു കരാറിന് മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല കരാർ നൽകേണ്ടതുണ്ട്. പഞ്ചായത്തിലെ തെരുവുകളുമായി ബന്ധപ്പെട്ട് സർവീസ് കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് കൊടുക്കണമെന്നാണ് കമ്പനി തീരുമാനിച്ചത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി ചൂണ്ട ഗ്രാമപഞ്ചായത്തിനകത്ത് കൃത്യമായി ഒരു പരാതി പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലോ ഒരു പരാതിയുമില്ലാതെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സുജിത്ത് ഇലക്ട്രിക്കലിനെ ആ കരാർ ഏൽപ്പിക്കാൻ വേണ്ടി ഭരണസമിതി തീരുമാനിക്കും. കണ്ണൂർ സ്വദേശിയായ കരാറുകാരൻ ടെൻഡർ നടപടിയിൽ നിന്ന് പിന്മാറാൻ 2ാം സ്ഥാനത്തുള്ള കരാറുകാരനോട് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന് പിന്നിൽ സെക്രട്ടറിയുടെ പങ്കുണ്ടെന്നും CPIM നേതൃത്വം ആരോപിച്ചു. ഈ വരുന്ന വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന വർഷമാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന വർഷത്തിനകത്ത് ഈ പഞ്ചായത്തിനകത്തുള്ള തെരുവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകണം. ആ പ്രതിസന്ധി ഉണ്ടാവാൻ കോൺഗ്രസും UDF അംഗങ്ങളും അതുപോലെ സെക്രട്ടറിയും ഗൂഢാലോചന ചെയ്തുകൊണ്ടാണ് കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരാളെ, ഒരു സേവന പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത ഒരാളെ കൊണ്ടുകൊണ്ട് ഇവിടെ ടെൻഡർ ചെയ്യിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ ടെൻഡറിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ഈ ആളുകൾക്ക് ചുമതലപ്പെടുത്തിയ ആളെ വിളിച്ചുകൊണ്ട് 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് പിന്മാറാൻ എന്ന് പറയുന്ന ഘട്ടത്തിൽ വരികയാണ്.
അതിനകത്ത് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു അഴിമതി ആരോപണമാണ്. സെക്രട്ടറി അടക്കമുള്ളവർ ഇതുമായി പങ്കാളിത്തം എടുത്തുകൊണ്ടാണ് 2 ലക്ഷം രൂപ ഈ കരാറുകാരനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, CPIM നേതാക്കളായ MB പ്രവീൺ, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, KA സൈഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. കാവീട് പള്ളി തിരുനാളിന്റെ ഭാഗമായി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഫാദർ സിബി ചിറ്റാട്ടുകാരുടെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നീളങ്കാവിൽ, കൈക്കാരന്മാരായ CG റാഫേൽ, സണ്ണി ചീരൻ, നിതിൻ ചാർലി, ജനറൽ കൺവീനർ CV ജെയ്സൺ, PRO MF ജോയ് എന്നിവർ നേതൃത്വം നൽകി. മാനുഷികമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിപ്ലവം സൃഷ്ടിക്കപ്പെടുന്നതെന്ന ചിന്തയായിരിക്കാം വിക്ടർ ഹ്യൂഗോയുടെ ലാ മിസറബിൾ എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ നാലപ്പാട്ടിന് പ്രേരകമായതെന്ന് കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ MV നാരായണൻ പറഞ്ഞു. പാവങ്ങൾ വിവർത്തനം ചെയ്ത നാലപ്പാട്ട് നാരായണ മേനോന്റെ ജന്മനാട്ടിൽ പാവങ്ങളുടെ 100 വർഷം എന്ന പേരിൽ നോവലിന്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂറോപ്പിലെ തൊഴിലാളികൾക്ക് ആ കാലത്തുണ്ടായ ജീവിത പുരോഗതിയെ മലയാളിക്കും ലഭ്യമാക്കണമെന്ന ഉത്തമബോധ്യമായിരുന്നു പരിഭാഷയിലേക്ക് നയിച്ചത്. ചരിത്രത്തെ പുനർനിർണയിക്കുന്നതായിരുന്നു ലാ മിസറബിളും അതുപോലെ തന്നെ മലയാളത്തിലെ പാവങ്ങളും. ഭൂതകാലത്ത് വേട്ടയാടപ്പെടുന്നവരുടെ വേദനയെ സംക്രമിപ്പിക്കാനും ദാർശനികതയുടെ ചോദ്യത്തെ അതിൻ്റെ ഏറ്റവും വലിയ അതിരുകളിലേക്ക് കൊണ്ടുപോകുന്ന ഈ കൃതി ഭൂമിയിൽ നരകം സൃഷ്ടിക്കുന്നിടത്തോളം കാലം ജീവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരർത്ഥത്തിൽ ഈ നോവലിൽ വരുന്നത് മുമ്പ് ആൻറ്റിഗണിയിലും ഒക്കെ ഉയർത്തപ്പെട്ടിട്ടുള്ള ഈ ധാർമ്മികത എന്ന് പറയുന്ന ബോധത്തിൻ്റെ മൊറാലിറ്റി, എത്തിക്സ് എന്ന് പറയുന്നത് സിംഗുലറായിട്ടുള്ള ഒരു എത്തിക്സ്, ദൈവങ്ങൾ നിശ്ചയിച്ച് മനുഷ്യരനുസരിക്കുന്ന കൃത്യമായ ഒരു ധാർമ്മിക ലോകം ഉണ്ടോ? അത്തരമൊരു ധാർമ്മിക ലോകത്തിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? വൈരുദ്ധ്യങ്ങളുണ്ടോ? ആ വൈരുദ്ധ്യങ്ങളിൽപ്പെട്ട വ്യക്തികളും സമൂഹങ്ങളും എങ്ങനെ ഉഴലുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നു. കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും സംയുക്തമായാണ് പാവങ്ങളുടെ 100ാം വാർഷികം ആഘോഷിച്ചത്. NK അക്ബർ MLA അധ്യക്ഷതയിൽ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ സ്വാഗതം പറഞ്ഞു. വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് VK ശ്രീരാമൻ ആമുഖ പ്രഭാഷണം നടത്തി. മുൻ MLA KV അബ്ദുൽ ഖാദർ, പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സുലോചന നാലപ്പാട്ട്, സുധാ നാലപ്പാട്ട്, ഡോക്ടർ രാജേഷ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പാവങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി നടത്തുന്ന ചായം ചിത്രകലാ ക്യാമ്പ് അശോകൻ ചെരുവിൽ ചിത്രകാരി ദീപ്തി ജയന് ക്യാൻവാസ് നൽകി ഉദ്ഘാടനം ചെയ്തു. വിവർത്തന സാഹിത്യരംഗത്ത് അമൂല്യ സംഭാവനകൾ അർപ്പിച്ച N മൂസക്കുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കുന്നംകുളം യൂണിറ്റിന്റെ 25ാം വാർഷിക സമ്മേളനം തിങ്കളാഴ്ച ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് ടൗൺ ഹാൾ അങ്കണത്തിൽ സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് CD റോയ് പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. MLA AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയാകും. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ, ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ, ജില്ലാ ട്രഷറർ KC രാജൻ തുടങ്ങിയവർ സംബന്ധിക്കും. ചടങ്ങിൽ സോവനീർ പ്രകാശനം, മുതിർന്ന മെമ്പർമാരെ ആദരിക്കൽ, ഇൻഷുറൻസിനും വെൽഫെയർ, ലൈഫ് ലൈൻ പദ്ധതി, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. സംഘടനയുടെ കൈത്താങ്ങായി വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്ത് നിർമ്മിച്ചു നൽകുന്ന 6 സ്വപ്ന ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതായും യൂണിറ്റ് പ്രസിഡന്റ് CD റോയ്, സെക്രട്ടറി PG വിശാൽ, ട്രഷറർ VG യേശുദാസ്, രക്ഷാധികാരി VP ജോസ്, വൈസ് പ്രസിഡന്റ് CK ഷാജി, കൺവീനർ KP ഷിബുകുമാർ തുടങ്ങിയവർ അറിയിച്ചു. പാറേമ്പാടം സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. സെബസ്ത്യനോസിന്റെയും അന്തോണീസിന്റെയും യൗസേപ്പിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. പള്ളിയിലെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ വികാരി ഫാദർ പോൾ അറയ്ക്കൽ നിർവഹിച്ചു. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്മരണാർത്ഥം ഇടവകയിലെ 25 കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. ശനിയാഴ്ച രാവിലെ 6:30 നടന്ന കുർബാനയ്ക്ക് ഫാദർ ബിജു കോലാങ്കണ്ണിൽ കാർമ്മികത്വം വഹിച്ചു. ലതീഞ്ഞ്, നൊവേന എന്നിവയുണ്ടായി. പ്രസിദ്ധന്തി വാഴ്ചയ്ക്ക് ശേഷം വിവിധ സമുദായങ്ങൾക്ക് അമ്പ് വള വെഞ്ചിരിച്ച് നൽകി. തുടർന്ന് രൂപം എഴുന്നള്ളിച്ചു വെച്ചു. രാത്രി 10:30 അമ്പ് സമാപനം നടക്കും. ഞായറാഴ്ച 6:30 കുർബാന, 10:30 തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സിബി കാഞ്ഞിരത്തിങ്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ സന്ദേശം നൽകും. 4:30 കുർബാന, തിരുനാൾ പ്രദക്ഷിണം, 7 ഗാനമേള, തിങ്കളാഴ്ച രാവിലെ 6:30 മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളും ഉണ്ടാകും.
വികാരി ഫാദർ പോൾ അറയ്ക്കൽ, ജനറൽ കൺവീനർ MT പോൾസൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. മുച്ചക്രവാഹനവുമായി അതിജീവനത്തിന്റെ പാതയിൽ 38 വർഷം സേവനം ചെയ്തു വരുന്ന കുന്നംകുളം കോട്ടൂർ വീട്ടിൽ വേണുവിനെ ചെറുകുന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബ സമ്മേളനത്തിൽ വെച്ചാണ് DCC സെക്രട്ടറി KC ബാബു, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ എന്നിവർ ചേർന്ന് വേണുവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചത്. നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C ബേബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KB ബബീഷിനെയും ചടങ്ങിൽ ആദരിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ ജയൻ പള്ളിക്കര, KV ഗീവർ, വാസു കോട്ടോൽ, റിജോ കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ അന്തോണീസിന്റെയും സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പൊതുസമ്മേളനവും നടന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് സംയുക്ത തിരുനാൾ ആഘോഷം. തിരുനാളിന്റെ ഭാഗമായി ഏപ്രിൽ 27-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ ജെയ്സൺ കൂനമ്പ്ളാക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 2 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും പൊതുസമ്മേളനം ഉദ്ഘാടനവും പാലയൂർ ഇടവക വികാരി ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കിയുടെ അധ്യക്ഷതയിൽ CJ മജോമോൻ റിപ്പോർട്ട് അവതരണം നടത്തി. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് ആശംസ നേർന്നു. തുടർന്ന് ഇടവകയിലെ വിവിധ മത്സര പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മൊമെന്റോ വിതരണവും ഉണ്ടായിരുന്നു. പ്രോഗ്രാം കൺവീനർ M ജോഷി ജോസഫ് സ്വാഗതവും ജനറൽ കൺവീനർ ജോസ് മുട്ടത്ത് നന്ദിയും പറഞ്ഞു. ട്രസ്റ്റിമാരായ KT സൈമൺ കൊള്ളന്നൂർ, ബെന്നി എടക്കളത്തൂർ, ഡേവിസ് പുലിക്കോട്ടിൽ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. തുടർന്ന് ഇടവകയിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് കമ്മിറ്റി മാറാട് അനുസ്മരണം സംഘടിപ്പിച്ചു. കാശ്മീർ പഹൽഗാം ആക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഗുരുവായൂർ പടിഞ്ഞാറനടയിൽ സംഘടിപ്പിച്ച അനുസ്മരണം മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സെക്രട്ടറി ഇന്ദിരാ മുരളി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു. ധീവരസഭ സംസ്ഥാന കൗൺസിലർ ജോഷി ബ്ലാങ്ങാട്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ ഏങ്ങണ്ടിയൂർ എന്നിവർ സംസാരിച്ചു. താലൂക്ക് സംഘടനാ സെക്രട്ടറി ശശി ആനക്കോട്ടിൽ സ്വാഗതവും താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് അനിൽ തളിക്കുളം നന്ദിയും പറഞ്ഞു. സുനിൽ പാക്കത്ത്, നിജു, വിമൽ, മണിയൂർ മണിയൂർ, സുബ്രഹ്മണ്യൻ ഏങ്ങണ്ടിയൂർ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ പരിധിയിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർക്ക് നഗരസഭയും അംഗൻവാടി പ്രവർത്തകരും ചേർന്ന് യാത്രയയപ്പ് നൽകി. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകരായ VV കോമളം, PK രമണി, CV ഗിരിജ, AV വിജയലക്ഷ്മി എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രസന്ന രണദേവ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, നഗരസഭാ കൗൺസിലർമാരായ KV സത്താർ, പ്രിയ മനോഹരൻ, MR രാധാകൃഷ്ണൻ, ICDS സൂപ്പർവൈസർ ദീപ, CDPO ബീന, ഷീല, ഉഷ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ 20 ഏക്കറിൽ പച്ചക്കറി തോട്ടമൊരുക്കും. സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും വീട്ടുമുറ്റ അടുക്കളത്തോട്ടം പദ്ധതി തുടക്കം കുറിക്കുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ജനപ്രതിനിധികൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, സ്കൂളിലെ പ്രധാനാധ്യാപകർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, പഞ്ചായത്തിലെ വിവിധ സ്ഥാപന മേധാവികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷക സംഘടനാ പ്രതിനിധികൾ, തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥർ, മേറ്റുമാർ, യുവജന ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരുടെ യോഗം ചേർന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PS സന്ദീപ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ CM ദുവന പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, കൃഷി അസിസ്റ്റന്റ് യമുന ദേവി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ സ്ഥലമൊരുക്കി കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്ന പച്ചക്കറി തൈകൾ നട്ടു വളർത്തി തോട്ടമൊരുക്കാൻ തീരുമാനിച്ചത്. ഒരു വാർഡിൽ വിവിധയിടങ്ങളിലായി സ്ഥലം കണ്ടെത്തി ഒരേക്കറിൽ പച്ചക്കറിത്തോട്ടം സജ്ജമാക്കും. ഒരു വാർഡിൽ ഒരു മാതൃകാ തോട്ടമൊരുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഹുസൈൻ ഗുരുവായൂരിന്റെ വെല്ലുമയോടൊപ്പമുള്ള നടത്തങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ആർട്ടിസ്റ്റ് ഗായത്രി അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ P സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ പുസ്തക പ്രകാശനം നടത്തി. TV മുഹമ്മദ് അലി, പുഷ്പ എന്നിവർ ഏറ്റുവാങ്ങി. ഡോക്ടർ PA രാധാകൃഷ്ണൻ, VK ഷറഫുദ്ദീൻ, സുനിൽ ബാലകൃഷ്ണൻ, അഹമ്മദ് മൊയിനുദ്ദീൻ, റഹ്മാൻ തിരുനെല്ലൂർ, സുലൈമാൻ അസ്ഹരി, MS പ്രകാശൻ, PI സൈമൺ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഹുസൈൻ ഗുരുവായൂർ, ജീവ ഗുരുവായൂർ പ്രസിഡന്റ് AK സുലോചന, സെക്രട്ടറി P ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു.
സുവിശേഷകൻ ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പെങ്ങാമുക്കിൽ നടന്നു വന്നിരുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമാപിച്ചു. ഏപ്രിൽ 29-നാണ് VBS ആരംഭിച്ചത്. പെങ്ങാമുക്ക് ബ്രദറൻ ബേദൽ ഹാളിൽ നടന്ന VBS സഭയിലെ മുതിർന്ന അംഗം CI ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. അബ്രഹാം ബേബിയുടെ ഏകോപനത്തിൽ നടന്ന VBSൽ 150ഓളം കുട്ടികൾ പങ്കെടുത്തു. സമാപന സമ്മേളനം ബ്രദർ CI ബേബി ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി പങ്കെടുത്ത ബ്രദർ സാംവെമ്പുഴ സന്ദേശം നൽകി. ബ്രദർ ഹെബി സ്വാഗതവും ബ്രദർ ജോയ് നന്ദിയും പറഞ്ഞു. TV സൈമൺ മാസ്റ്ററുടെ പ്രാർത്ഥനയോടെയും ആശീർവാദത്തോടെയുമാണ് VBSന് സമാപനമായത്. 5 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പുകളായി തരംതിരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ. 13 അധ്യാപകർ ബൈബിളിലെ ജോസഫ് എന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ വിവിധ ക്ലാസുകളെടുത്തു. ബൈബിൾ പാഠങ്ങൾ, പുതുപുത്തൻ പാട്ടുകൾ, രസകരമായ ഗെയിമുകൾ, ആക്ഷൻ ക്ലാസുകൾ, കഥകളുടെ അവതരണം തുടങ്ങിയവയെല്ലാം നടന്നു. സമാപന ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. മത്സരവിജയികൾക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. അധ്യാപകരെയും ലീഡർമാരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. സ്നേഹസദ്യയുമുണ്ടായിരുന്നു. കുന്നംകുളം താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. കേരള കോൺഗ്രസ് എം പ്രതിനിധി PS രാജൻ അധ്യക്ഷനായി. അദാനി ഗ്യാസ് പൈപ്പ് ലൈനിന് വേണ്ടി റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന വിഷയം, കടവലൂർ പാടത്തെ ജലസേചന പ്രശ്നം, ലഹരി ഉപയോഗം, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ തുടങ്ങിയ പൊതുവിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. തഹസിൽദാർ OB ഹേമ സ്വാഗതവും ഡെപ്യൂട്ടി തഹസിൽദാർ TS സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പുന്നീർകുളത്ത് നടത്തിയ സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. പുന്നീർകുളം പഞ്ചായത്ത് ഹാളിൽ നടത്തിയ രൂപീകരണ യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം CV ശ്രീനിവാസൻ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK രാജേശ്വരൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PT പ്രവീൺ പ്രസാദ്, IK ഹൈദരാലി, ഗീതാ രാജൻ, KK ജ്യോതിരാജ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പാർട്ടി ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് മെയ് 18-ന് വടക്കേക്കാട് വെച്ച് പാട്ടബാക്കി നാടകത്തിന്റെ പുനരാവതരണം സെമിനാറും ഉണ്ടാകും. സെമിനാർ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാനായി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീറിനെയും കൺവീനറായി PT പ്രവീൺ പ്രസാദിനെയും ട്രഷററായി VM മനോജിനെയും തെരഞ്ഞെടുത്തു. ജൂൺ 15, 16 തീയതികളിൽ പുന്നീർകുളം അണ്ടത്തോട് വെച്ചാണ് ഗുരുവായൂർ മണ്ഡലം കൺവെൻഷൻ നടക്കുക. CPI ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി K ദാമോദരൻ രചിച്ച ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി പുനരാവിഷ്കരണ പരിശീലന ക്യാമ്പ് മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ സന്ദർശിച്ചു. മെയ് 18-ന് വൈകിട്ട് 3 മണിക്ക് അഞ്ഞൂർ നമാസ് ഓഡിറ്റോറിയത്തിലാണ് നാടക അവതരണം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സെമിനാർ ഉണ്ടാകും. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, KV അബ്ദുൽ ഖാദർ, NK അക്ബർ MLA, KK വത്സരാജ്, VK ശ്രീരാമൻ തുടങ്ങിയവർ പങ്കെടുക്കും. മേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. പാവറട്ടി ഗുരുവായൂർ അമൃതം കുടിവെള്ള പദ്ധതിയുടെ മനപ്പടി ഭാഗത്തെ പൈപ്പ് ലൈനുകൾ പൊട്ടിയതിനാൽ കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം നേരിടുന്നുണ്ടെന്ന് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന പറഞ്ഞു. പാവറട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ തീരദേശവാസികൾ നേരിടുന്ന ശുദ്ധജലക്ഷാമം ഉടൻ പരിഹരിക്കണമെന്ന് CT ബാബു ആവശ്യപ്പെട്ടു. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ആവശ്യമായ ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലും പരിസരത്തും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ചാവക്കാട് SHO VV വിമൽ യോഗത്തിൽ അറിയിച്ചു. താലൂക്ക് ഓഫീസിന് മുന്നിൽ നിന്ന് മുതുവട്ടൂർ വരെയുള്ള റോഡുകളുടെ വശങ്ങൾ അപകടകരമായ അവസ്ഥയിലാണെന്ന പരാതി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ സ്ഥലത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി മിക്ക പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും പണി ഉടൻ പൂർത്തിയാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാവറട്ടി വില്ലേജ് ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് വികസന സമിതി കൺവീനറും തഹസിൽദാരുമായ MK കിഷോർ യോഗത്തെ അറിയിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ INL പ്രതിനിധി R പിയോൺ അധ്യക്ഷനായി. കേച്ചേരി ഗ്രാമീണ വായനശാല നവതി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല ഓപ്പൺ ചെസ് ടൂർണമെന്റിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ടൂർണമെന്റിൽ അണ്ടർ 10, അണ്ടർ 15 സീനിയർ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിലെ വിജയികൾക്ക് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജാബിർ ട്രോഫി വിതരണം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KS സൈഫുദ്ദീൻ അധ്യക്ഷനായി. TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, PT ജോസ്, PR ജയൻ, PB അനൂപ്, ചെസ് ടൂർണമെന്റ് സബ് കമ്മിറ്റി ചെയർമാൻ PA അലി, കൺവീനർ KM അനീസ് എന്നിവർ സംസാരിച്ചു. അണ്ടർ 10 വിഭാഗം മത്സരത്തിൽ MG ദേവർഷ് 1ാം സ്ഥാനവും M ധോനി 2ാം സ്ഥാനവും, അണ്ടർ 15 വിഭാഗം മത്സരത്തിൽ M ശ്രീശാന്ത് 1ാം സ്ഥാനവും, ബെനഡിക്റ്റ് ചിറമൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സീനിയേഴ്സ് വിഭാഗത്തിൽ
സത്യകി ഗോകുൽ 1ാം സ്ഥാനത്തിനും ഐബൽ ജോസ് എൽഡറിൻ 2ാം സ്ഥാനത്തിനും അർഹരായി. CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള വിളംബര ജാഥകളും കലാകായിക പ്രദർശനങ്ങളും സമാപിച്ചു. 5000-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലഹരി വിരുദ്ധ മനുഷ്യചങ്ങല ഞായറാഴ്ച നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് പെരുമ്പിലാവ് സെന്ററിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള തെരുവോര ചിത്രരചനയോടെയാണ് മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥമുള്ള പരിപാടികൾക്ക് സമാപനമായത്. തെരുവോര ചിത്രരചനയുടെ ഉദ്ഘാടനം CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ലഹരിവിരുദ്ധ ചിത്രം വരച്ച് തുടക്കം കുറിച്ചു. ചിത്രകാരന്മാരായ അക്ബർ പെരുമ്പിലാവ്, ശിവൻ കരിക്കാട്, സുകുമാരൻ കുന്നംകുളം എന്നിവരുടെ നേതൃത്വത്തിൽ മേഖലയിലെ കുട്ടികളും ലഹരി ബോധവൽക്കരണ സന്ദേശമുണർത്തുന്ന ചിത്രങ്ങൾ വരച്ചു. NREG ജില്ലാ ഭാരവാഹിയും മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ഉഷ പ്രഭുകുമാർ, CPM നേതാക്കളായ M ബാലാജി, MN മുരളീധരൻ, MK മോഹൻ, PI രാജേന്ദ്രൻ, KE സുധീർ, KA അജിത് കുമാർ, KB ജയൻ, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. നമ്മുടെ മക്കൾ കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും ഉപദ്രവമായി മാറാതെ എന്തെങ്കിലും തരത്തിൽ ചീത്ത കൂട്ടുകെട്ടുകളിലോ ഉണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും സ്നേഹിതന്മാരെയും പ്രേരിപ്പിക്കുക എന്ന് തന്നെയാണ്. പഞ്ചായത്തിലെ 32 ബ്രാഞ്ചുകളിലും വ്യത്യസ്തങ്ങളായ ലഹരിവിരുദ്ധ കൂട്ടായ്മകളും പ്രതിരോധ ദീപം തെളിയിക്കൽ, കുടുംബയോഗങ്ങൾ, വർഗബഹുജന സംഘടനകൾ നടത്തിയ വിളംബര റാലികൾ, യോഗാ പ്രദർശനം, ആയോധന കലാ പ്രദർശനം, സാഹിത്യ സംഗമം, തെരുവോര ചിത്രരചന, തെരുവുനാടകം തുടങ്ങി നിരവധി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളാണ് CPIMന്റെ നേതൃത്വത്തിൽ നടത്തിയത്. കാട്ടകമ്പാൽ കാഞ്ഞിരമുക്ക് MG സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെയും നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഫാദർ ഏലിയാസ് കൊള്ളനൂർ പാർക്കിന്റെയും നവീകരിച്ച കെട്ടിടത്തിന്റെയും കൂദാശ നടത്തി. ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ ഗീവർഗീസ് വിൽസൺ എന്നിവർ സഹകാർമ്മികരായി. പഠനത്തോടൊപ്പം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കായികശേഷി വളർത്താനുമായി ലോവർ പ്രൈമറി വിദ്യാർത്ഥികൾക്കും നഴ്സറി കുട്ടികൾക്കുമായി 3 ഇടങ്ങളിലായി നിർമ്മിച്ച പാർക്കുകളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് നിർവഹിച്ചു. ഫാദർ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഗീവർഗീസ് വിൽസൺ, ഫാദർ സ്റ്റീഫൻ ജോർജ്, മുൻ പ്രധാനാധ്യാപകൻ AV തമ്പി മാസ്റ്റർ, സോണി സക്രിയ, PTA MPTA പ്രസിഡന്റുമാരായ സിന്ധു, സൂര്യ, സ്കൂൾ മാനേജർ മദർ ലുദിയ OCC എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഗ്ലോറി ടീച്ചർ സ്വാഗതവും സാറാമു K പോൾ നന്ദിയും പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തി CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ഞിത്തടം സെന്ററിൽ മാനവികതാ സദസ്സ് സംഘടിപ്പിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ KD ബാഹുലയൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PN സുരേന്ദ്രൻ, മേരി തോമസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AM അഷ്റഫ്, PS പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ഗിരിജാദേവി, മിനി അരവിന്ദൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ഫ്രാൻസിസ് കൊള്ളനൂർ, UV ഗിരീഷ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യം എഴുതി തിരിതെളിയിച്ചു. ചിറക്കൽ സെന്ററിൽ യൂണിറ്റ് സെക്രട്ടറി മോൺസൺ PIയുടെ അധ്യക്ഷതയിൽ യൂണിറ്റ് ട്രഷറർ അനിൽ P മാത്യു, നിയോജക മണ്ഡലം കൺവീനർ സോണി സക്രിയ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 3 INTUC 78ാം സ്ഥാപക ദിനത്തിൽ ഗുരുവായൂർ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ടൗണിൽ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തു. INTUC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് VK വിമലന്റെ അധ്യക്ഷതയിൽ INTUC തൃശൂർ ജില്ലാ സെക്രട്ടറി MS ശിവദാസ് പതാക ഉയർത്തി. ഭാരവാഹികളായ രാജൻ പനക്കൽ, VS സനീഷ്, TS ഷൗക്കത്ത് ബാബു, വാഴപ്പള്ളി, അബു RM, ജയൻ AV എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8755 രൂപ, സ്വർണം പവന് 70040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
ഓടുന്ന ബസ്സിൽ യാത്രക്കാരിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം ഇറങ്ങി ഓടാൻ ശ്രമിച്ചയാളെ കണ്ടക്ടറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി വടക്കേക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. അറസ്റ്റിലായത് മാള പള്ളിപ്പുറം തേമാലിപ്പറമ്പിൽ 41 വയസ്സുള്ള അനീഷ്. നവീകരിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെല്ലുവായി ശ്രീ ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ആധുനിക വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ പല രോഗികളെയും ചികിത്സിച്ച് പൂർണ്ണമായും സുഖപ്പെടുത്തുവാൻ ആയുർവേദത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിന് തുടക്കമായി. വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷം മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിൽ. CCTV പ്രാദേശികം TC ഉത്സവ ചാനലിലൂടെ തിരുനാൾ കാഴ്ചകൾ തത്സമയം. ചൂണ്ടൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തികൾ അട്ടിമറിക്കാനുള്ള UDF ഗൂഢാലോചന തിരിച്ചറിയണമെന്ന CPIM നേതാക്കൾ. പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ വികസന പ്രവർത്തികൾക്ക് തുരങ്കം വയ്ക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയുമാണെന്ന് പഞ്ചായത്ത് ഭരണാധികാരികളും CPM നേതാക്കളും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാളിദാരിക സംവാദം കൊണ്ട് ശ്രദ്ധേയമാകുന്ന കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് മുന്നോടിയായി ആറാട്ട് നടന്നു. പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരം മെയ് 7-8 തീയതികളിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുന്നംകുളം കൊള്ളന്നൂർ വീട്ടിൽ പരേതരായ ബാബു കുഞ്ഞാമ്മ ദമ്പതികളുടെ മകൻ കെന്നഡി ബാബുവിൻ്റെ 39ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.